കേട്ടോ. അതാണ് യൂട്യൂബ് ലിങ്കിൻ്റെ പേര്. ഹാമിദ് തങ്ങൾ മാത്രമേ ഉള്ളൂ. സയ്യിദ് ഹാമിദ് തങ്ങൾ എന്നില്ല, ജമുലേലിന്നില്ല. HAMID കേട്ടോ. ഒന്ന് പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, എൻ്റെ വാട്സപ്പിക്ക് തങ്ങളുടെ നമ്പർ 9656909096. ആ നമ്പറിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ ലിങ്ക് തരുമോ എന്ന് ചോദിച്ച് അയച്ചാൽ ഇൻഷാ അല്ലാഹ് ലിങ്ക് ഞാൻ അയച്ചു തരും. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് അത് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ പരിപാടി ഒരുപാട് ആളുകൾ ലൈവ് ഇടുമ്പോൾ ആ ലൈവ് ഡയറക്റ്റ് അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് കേട്ടോ. എങ്കിലും എത്ര വലിയ ആളാണെങ്കിലും നിങ്ങളെ മഹല്ലിലോ നിങ്ങളറിയുന്ന തങ്ങന്മാരുണ്ടെങ്കിലോ അവരെ നിങ്ങൾ ബഹുമാനിക്കണേ. അള്ളാന്റെ റസൂൽ വഫാത്താകുന്നതിൻ്റെ മുമ്പ് പോലും അള്ളാഹു അഹ്ലു ബൈത്തിനെ സ്നേഹിക്കേണ്ട കുടുംബത്തെ ഖുർആനെയും നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഹബീബ് വഫാത്തായത് അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ മഹല്ലിലോ തങ്ങൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും, കല്ല് കുടിക്കുന്ന ആളാണെങ്കിലും അയാൾ എത്ര മോശപ്പെട്ട ആളാണ്. ഇവനിലൂടെയാണോ സ്വർഗത്തിൽ പോകാൻ പോകുന്നത്? നിങ്ങളുടെ പരിസരത്ത് അഹ്ലു ബൈത്ത്പ്പെട്ട ഏതെങ്കിലും ഒരു തങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ എത്ര വലിയ മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും, കള്ള് കുടിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ അയാൾക്കെതിരെ ശബ്ദിക്കരുതെന്ന്. വാടാ യൂട്യൂബിലോട്ട് ആയിപ്പോയി. മുന്നിലൊന്ന് പറയണേ, ചെകിടക്കുറ്റി നോക്കിയിട്ടൊന്ന് പൊട്ടിച്ചെന്നിരുന്നു നാറ്റക്കോയ. ഏത് കിതാബിലാടാ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നടാ. എടാ തങ്ങന്മാരെ കുറ്റം പറയരുത്, തങ്ങന്മാരെ മാത്രം ഒരാളെയും കുറ്റം പറയരുതടാ നാറ്റം പിടിച്ച നാറ്റക്കോയ. പിന്നെ നബിൻ്റെ പേരക്കുട്ടികളെ ബഹുമാനിക്കണം, അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ നബിൻ്റെ പേരക്കുട്ടിന്ന് നീ പറയുന്ന പേരക്കുട്ടി എന്ന് പറഞ്ഞിട്ട് നീ ഒരു വേശ്യാലയം നടത്താൻ, നീ ഒരു ബാറ് നടത്തുമ്പോൾ അതിനെ എതിർക്കരുത്. എവിടെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്? നാറ്റം പിടിച്ച നാറ്റക്കോയ പറഞ്ഞോട്ടെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നാട്ടിൽ അഹ്ലു ബൈത്ത് ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ബഹുമാനിക്കണം. അഹ്ലു ബൈത്തിനെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കണേ സഹോദര, കേൾക്കണേ. ആരെങ്കിലും അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ 7 സ്ഥലത്ത് അവനക്ക് അള്ളാഹു സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. 7 സ്ഥലത്ത്. അതുകൊണ്ട് നമ്മളാരും പറയരുത്. 7 സ്ഥലത്ത് നിങ്ങളെ നാട്ടിൽ നിങ്ങളെ തങ്ങന്മാരുണ്ടാകും. ഗ്രൂപ്പ് തിരിച്ച് തെറി പറയുന്ന ആലിമീങ്ങളുണ്ട്, എനിക്കറിയാം എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ പറപ്പിങ്ങളോട് നിങ്ങളോടാണ് ഈ പരിപാടി, ആമീ പറയുന്നവരോടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. അവരുടെ രക്തമാണ് റസൂലുള്ളാഹിന്റെ. അത് ഹബീബിൻ്റെ അവിടെ ക്ഷേത്രത്തിലോടുന്നത് ഹബീബിൻ്റെ ചോരയാണ്. അത് ഹബീബിൻ്റെ ചോരയാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിന്റെ ചോരയാണ്. അതുകൊണ്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ സ്വസ്ഥത കിട്ടൂല. ആരെങ്കിലും അഹ്ലു ബൈത്തിനെ റസൂലുള്ളാഹിന്റെ പേരമക്കളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു നാമത്താണ്. ഈ മുഹമ്മദ് ഖാനെ കണ്ടിക്കണേ, നാസർ ഖാനെ കണ്ടിക്കണേ, കുറേ ആളുകളെ കണ്ടിക്കണേ, കൊടുങ്ങല്ലൂർ ഉമ്മാനെ കണ്ടിക്കണേ, തപ്പാനെ കണ്ടിക്കണേ, കണ്ടിട്ടില്ല. പിന്നെ നിഷാനെ കണ്ടിക്കണേ, അഫീഫാനൊക്കെ, അങ്ങനെ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അല്ലേ? നിങ്ങളിന്ന് ഇപ്പൊ ആരെങ്കിലും ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ 7,000-8,000 ആളൊക്കെ പരിപാടി കാണുന്ന ഒരു ദിവസം അതിൽ 1, 2, 3 കമന്റ് വന്ന്